നമ്മുടെ മക്കൾക്ക് മദ്രസാ വിദ്യാഭ്യാസം കിട്ടും ഒരു 10 വയസ്സിന്റെ ഉള്ളിൽ. ഒരു 10 വയസ്സിന്റെ ഉള്ളിൽ ഒരു 5ാം ക്ലാസ് വരെ നമ്മുടെ മക്കൾ മദ്രസ പഠിക്കും. വലിയ സൗകര്യമൊക്കെ ഉള്ള, അതിന് താല്പര്യമൊക്കെ ഉള്ള രക്ഷിതാക്കളാണെങ്കിൽ അത് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ശൈത്താൻ അവരെ മാടി വിളിക്കുന്ന, കൊത്തി വലിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ കുഞ്ഞുമക്കൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്റ്റേജുണ്ട്. അതാണ് കൗമാരം. ഇംഗ്ലീഷിൽ ടീനേജ് എന്ന് നമ്മൾ പറയുന്ന 12 പിന്നിട്ട് 12 വയസ്സും പിന്നിട്ട് 13 മുതൽ 13 മുതൽ എണ്ണി തുടങ്ങുന്ന 14, 15, 16, 17, 18, 19 എന്ന് പറഞ്ഞ് 20 എണ്ണുന്നതിന്റെ ഇടക്ക് 13 മുതൽ 19 വരെയുള്ള ടീനേജിന്റെ പ്രായം. ആ പ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് ഏറെ ചെകുത്താൻ അവരെ വലവീശുന്ന നേരമാണ്. അകത്തും പുറത്തും അവരെ വലവീശി പഠിക്കാൻ 24 മണിക്കൂറും ശൈത്താന്റെ നെറ്റ്വർക്ക് സജീവമാകുന്ന ഒരു സമയത്ത് രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ഒരു വേദിയിലും കാണാനില്ല. ആ സമയത്ത് നമ്മുടെ മക്കളില്ല. അപ്പോഴേക്ക് അവൻ 9ാം ക്ലാസ്സിലെത്തി, അപ്പോഴേക്ക് 10ാം ക്ലാസ്സിലെത്തി. ഒരു ഖുർആൻ ക്ലാസ്സിൽ പ്രവാസിയുടെ ടീനേജുകാരെ കൊണ്ടുവരുന്നില്ല. ഒരു ഹദീസ് ക്ലാസ്സിൽ ഒരു ടീനേജുകാരെ കാണുന്നില്ല. ഒരു ഉത്ബോധന സദസ്സുകളിൽ ടീനേജുകാരില്ല. എന്താ കാരണം? രക്ഷിതാക്കൾ പറഞ്ഞു, അവർക്ക് എക്സ്ക്യൂസ് കൊടുത്തു. എന്താ? അവൻ ഒരുപാട് പഠിക്കാനുണ്ട്, അവൻ ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അവൻ ഒരുപാട് പ്രോജക്റ്റുകൾ തയ്യാറാക്കാനുണ്ട്, അവൻ വരണ്ട. മോളെ നീ അവിടെ വാതിലടച്ചിരുന്നു പഠിച്ചോ. സംവിധാനങ്ങളോ PC, പ്രൈവറ്റ് കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈലുണ്ട്, വൈഫൈ സൗകര്യങ്ങളുണ്ട്, നെറ്റ്വർക്കിന്റെ സംവിധാനങ്ങൾ മുഴുവനുമുണ്ട്. ബാപ്പയും ഉമ്മയുമോ അവർ പുറത്തേക്ക് പോയി, അവരൊരു വേള ക്ലാസുകൾ കേൾക്കാൻ പോയി, അവര് ഖുർആനിന്റെ മധുരം നുണയാൻ പോയി, അവര് ഹദീസുകൾ പഠിക്കാൻ പോയി. ഈ ടീനേജുകാരായ മക്കളെ എന്നും ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്ന നൂറുൽ ഖുർആനിന്റെ പ്രകാശം ഏറ്റുവാങ്ങുന്ന വേദികളിലേക്ക് അവരെ കൊണ്ടുവന്നില്ല. പിന്നെ ഈ മക്കൾ 19 പിന്നിട്ട് 20 എത്തി, കുറച്ചും കൂടെ പിന്നിട്ട് ജോലിയിലൊക്കെ എത്തുമ്പോ ബാപ്പയോട് തിരിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നത് വാടാ പോടാ എടാ എന്നുള്ള ശൈലിയിലാണ്. ആ രൂപത്തിലേക്ക് എത്തി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഓ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ബോഡികളെ കാത്തുരക്ഷിക്കണേ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളെ കാത്തുരക്ഷിക്കണേ. വാഹിലീക്കും നിങ്ങളുടെ മക്കളുടെയും ഇണകളുടെയും നിങ്ങളുടെ ആശ്രിതരുടെയും ശരീരങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ. അതിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. കരുണ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മലക്കുകൾക്കാണ് അതിന്റെ ചാർജുള്ളത്. അവരുടെ ഒരു നിലവിളികൾക്കും അവിടെ പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് രക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാരെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുമ്പോ നമ്മുടെ കാര്യത്തിലും ശ്രദ്ധിച്ചില്ല, മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിച്ചില്ല. നമ്മുടെ പ്രവാസ സമയം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇനി നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മുടെ ജോലി തിരക്ക് കഴിഞ്ഞ് സമയം കിട്ടുമ്പോ നമ്മൾ വാട്സപ്പിൽ സജീവമാണ്, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ സജീവമാണ്, സിനിമകൾക്ക് മുമ്പിൽ സജീവമാണ്, സീരിയലുകൾക്ക് മുമ്പിൽ സജീവമാണ്, ഔട്ടിങ്ങിന് നമ്മൾ എല്ലായിടത്തും പോകുന്നുണ്ട്, സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന ക്ലബ്ബുകളിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ വോളിബോളിന് നമ്മളുണ്ട്, ഫുട്ബോളിന് നമ്മളുണ്ട്, കരാട്ടേക്ക് നമ്മളുണ്ട്, ഡാൻസ് പരിശീലനത്തിന് നമ്മളുണ്ട്, ഗാനമേളക്ക് നമ്മളുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എല്ലാ സാംസ്കാരികമായ സദസ്സുകളിലും നമ്മളുണ്ട്. പാചക റാണിമാരുടെ പാചക മത്സരത്തിലും ഞാനുണ്ട്. എല്ലായിടത്തും എന്റേതായ സാന്നിധ്യമുണ്ട്. പക്ഷേ എവിടെ വെച്ച് മരിച്ചാലും അല്ലാഹുവേ, നിന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയും എന്ന് പഠിപ്പിക്കുന്ന ഒരു വേദിയിലേക്കും ഞാൻ പോകാതെ വറദൂബിൽ ഹയാത്തി ദുനിയാ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട വാക്ക് പറയുന്നവൻ വേറെ ആരാ ഉള്ളത്?
ഏറ്റവും മുന്തിയ പ്രവർത്തനമേതെന്ന് ചോദിച്ചാൽ അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കലാണ്. റബ്ബിലേക്ക് ക്ഷണിക്കുമ്പോ നമ്മൾ അതുപോലെ ജീവിക്കാനും ശ്രമിക്കും. അതാണ് വഅമില സാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനേക്കാളും. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുവാനും മനസ്സുള്ളവനേക്കാൾ ഏറ്റവും നല്ലവനായിട്ട് വേറെ ആരുണ്ട്?